രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിഭാവനം ചെയ്ത ആതുര ശുശ്രൂഷയും സാമൂഹിക സേവനവും വർഷങ്ങൾക്ക് മുമ്പേ പ്രവൃത്തിപഥത്തിലാക്കി കാലത്തിനു മുമ്പേ സഞ്ചരിച്ച കർമ്മയോഗി ദേവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചൻ. ദിവ്യകാരുണ്യമെന്ന മഹാതേജസ്സിൽ നിന്ന് ദൈവശുശ്രൂഷയുടെ ജന്മസാഫല്യമറിഞ്ഞ പൂതത്തിൽ തൊമ്മിയച്ചൻ അനന്തമായ ദൈവസ്നേഹത്തിൻ്റെയും ത്യാഗപൂർണമായ മനുഷ്യസ്നേഹത്തിൻ്റെയും ഭിന്നഭാവങ്ങളെ പ്രകാശിപ്പിക്കുന്നു. കരുണ നിറഞ്ഞ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും വഴിത്താരയിലൂടെ സഞ്ചരിച്ച ആ പുണ്യചരിതൻ വിശുദ്ധ ജീവിതവും പരസ്നേഹ പ്രവർത്തികളും അഗതി ശുശ്രൂഷയും ഒരുപോലെ സമന്വയിപ്പിച്ച് നീങ്ങുന്നതിനാണ് സെന്റ് തോമസ് അസൈലവും സെന്റ് ജോസഫ് കന്യകാ സമൂഹവും സ്ഥാപിച്ചത്. കോട്ടയം ജില്ലയിലെ പ്രകൃതി രമണീയമായ നീണ്ടൂർ ഗ്രാമത്തിൽ ദാനശീലം, സമുദായ അഭിമാനം, ദീനാനുകമ്പ എന്നീ വിശിഷ്ട ഗുണങ്ങളുടെ വിളനിലമായിരുന്ന പൂതത്തിൽ തറവാട്ടിൽ ഇടിക്കുഞ്ഞ് നൈത്തി ദമ്പതികളുടെ 7 സന്താനങ്ങളിൽ രണ്ടാമനായി 1871 ഒക്ടോബർ 24 തൊമ്മിക്കുഞ്ഞ് ജനിച്ചു. കളരിയിൽ പഠനമാരംഭിച്ച തൊമ്മിക്കുഞ്ഞ് തൃശ്നാപ്പള്ളിയിൽ ഈശോസഭ വൈദികർ നടത്തിയിരുന്ന കലാലയത്തിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തി. കുടുംബത്തിൽ നിന്ന് ലഭിച്ച ആധ്യാത്മികത വൈദികരുടെ സാന്നിധ്യത്തിലും ശിക്ഷണത്തിലും പരിപുഷ്ടമായി. 1887 സെപ്റ്റംബർ 21 വരാപ്പുഴ പുത്തൻപള്ളി സെമിനാരിയിൽ വൈദിക പഠനത്തിനായി ചേർന്നു. 10 വർഷത്തെ വൈദിക പഠനത്തിന് ശേഷം 1897 ഡിസംബർ 28 അഭിവന്യ മാർ മത്തായി മാക്കിൽ തിരുമേനിയിൽ നിന്നും പട്ടം സ്വീകരിച്ചു. വിവിധ ഭാഷകളിൽ അഗാധ പാണ്ഡിത്യം നേടിയ തൊമ്മിയച്ചൻ സുറിയാനി സംഗീതം, ലത്തീൻ ഭാഷ എന്നിവ പഠിപ്പിക്കുന്നതിന് സെമിനാരി പ്രൊഫസറായി 1898 നിയമിതനായി. 1900 മുതൽ ഇടവക ശുശ്രൂഷകളിൽ സജീവമായി. സമർപ്പിതനായ അജപാലകൻ, വശ്യവചസ്സായ സുവിശേഷ പ്രഘോഷകൻ, പ്രതിഭാധനനായ സംഗീത ഉപാസകൻ, ക്രാന്തദർശിയായ വിദ്യാഭ്യാസ പ്രവർത്തകൻ, തീക്ഷ്ണമതിയായ ആത്മപാലകൻ, അതീവ ഭക്തനായ കർത്തൃ ശുശ്രൂഷകൻ എന്നീ നിലകളിലെല്ലാം ശോഭിച്ച തൊമ്മിയച്ചൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിത്തറ ദൈവം അനർഘളം വർഷിച്ച അഗാധവും അപരിമേയവുമായ സ്നേഹത്തിൻ്റെ അനുഭവമായിരുന്നു. വത്തിക്കാനിലെ തിരുസംഘം 1999 മാർച്ച് 19 വൈദികരെ സംബന്ധിച്ച് പുറപ്പെടുവിച്ച പ്രമാണരേഖയിൽ ഇങ്ങനെ പറയുന്നു: മാനുഷികതയിൽ വിദഗ്ധനും സമകാലീന മനുഷ്യന്റെ ഹൃദയത്തെ അറിയുകയും അവൻ്റെ സന്തോഷങ്ങളിലും പ്രത്യാശകളിലും ഭീതികളിലും ദുഃഖങ്ങളിലും പങ്കുകൊള്ളുകയും അതേസമയം ദൈവത്തോടുള്ള സ്നേഹത്തിൽ ധ്യാന നിർലീനനായിരിക്കുകയും ചെയ്യുന്ന സുവിശേഷ പ്രഘോഷകരെ സഭയിൽ എല്ലാ കാലത്തും എന്ന പോലെ ഇന്നും ആവശ്യമുണ്ട്. പ്രമാണരേഖ പുറത്തു വരുന്നതിന് 1 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച വ്യക്തിയാണെങ്കിലും തൊമ്മിയച്ചൻ്റെ പുരോഹിത ജീവിതം ഈ പ്രമാണങ്ങളുടെ സാക്ഷ്യപത്രമായിരുന്നു എന്ന കാര്യത്തിൽ 2 പക്ഷമില്ല. ദുഃഖിതരും നിരാലംബരുമായ സാധുജനങ്ങളോട് ആദ്യകാലം മുതലേ പ്രത്യേക സ്നേഹവും അനുകമ്പയും തൊമ്മിയച്ചനിൽ നിറഞ്ഞു നിന്നിരുന്നു. ഓരോ തരത്തിലുള്ള അവശതകളുമായി തൻ്റെ അടുക്കൽ വരുന്നവരോട് ഇപ്പോൾ ഇതിരിക്കട്ടെ, ഇനിയും സഹായിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കുമായിരുന്നു. കുടുംബസ്വത്തായി ലഭിച്ച ദീനാനുകമ്പയാണ് അംഗവൈകല്യമുള്ള മകളുമായി വന്ന പിതാവിൻ്റെ കണ്ണുനീരൊപ്പാൻ പ്രചോദനമായത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ താഴേക്കിടയിലുള്ളവരിലേക്ക് കടന്നു ചെന്ന് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുവാനുള്ള ശ്രമം. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചറിഞ്ഞ് 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ അംഗവൈകല്യമുള്ളവർക്കായി ഒരു സ്ഥാപനമെന്ന ചിന്തയും അതിനുള്ള പരിശ്രമങ്ങളും തുടങ്ങിയത് തൊമ്മിയച്ചൻ്റെ ക്രാന്തദർശിത്വത്തിൻ്റെ തെളിവാണ്. പലവിധ തടസ്സങ്ങളും മുന്നിൽ വന്നിട്ടും ദിവ്യകാരുണ്യനാഥനിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ എൻ്റെ എളിയ സഹോദരരിൽ ഒരുവനിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന വചനത്തിൻ്റെ പ്രേരണയാൽ അംഗവൈകല്യമുള്ളവർക്കായി കേരളത്തിൽ തന്നെ ആദ്യ സ്ഥാപനം സെന്റ് തോമസ് അസൈലം എന്ന പേരിൽ കൈപ്പുഴയിൽ സ്ഥാപിതമായി. അംഗവൈകല്യമുള്ളവരെ സംരക്ഷിക്കാൻ സുഖശരീരികളായ കന്യകമാരെ ആവശ്യമാണെന്ന തിരിച്ചറിവിൽ അഗതി ശുശ്രൂഷാർത്ഥം
ഒരു സന്യാസ സമൂഹം തുടങ്ങുവാനായി അനുമതി തേടി. മാർ യൗസേപ്പിൻ്റെ ജീവിത വിശുദ്ധിയും അഗതിത്വവും ശുശ്രൂഷ ശൈലിയും താൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സമൂഹത്തിൻ്റെ ആധ്യാത്മികതയ്ക്കും അതിൻ്റെ ലക്ഷ്യമായിരിക്കുന്ന അഗതി പരിചരണത്തിനും എത്രയും യോജിച്ചതാണെന്ന് അവബോധത്തിൽ നിന്നുമാണ് പുതിയ സഭ യൗസപിതാവിൻ്റെ നാമത്തിലുള്ളതാകണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചത്. അങ്ങനെ 1928 ജൂലൈ 3-ാം തീയതി കോട്ടയം അതിരൂപതയിൽ അഗതി ശുശ്രൂഷാർത്ഥം സെന്റ് ജോസഫ് സന്യാസിനി സമൂഹം സ്ഥാപിതമായി. ബാലാരിഷ്ടതകൾ ഏറെ അനുഭവിച്ച സമൂഹത്തിൻ്റെ നാനാവിധ ആവശ്യങ്ങളുടെ നടത്തിപ്പിനും അസൈലും അഗതികളുടെ സംരക്ഷണത്തിനുമായി പണം സമാഹരിക്കാൻ അച്ഛൻ പലപ്പോഴും പിരിവുകൾ പോലും നടത്തിയിരുന്നു. അംഗങ്ങളെ അവരുടെ കഴിവിനനുസരിച്ചുള്ള ചെറിയ കൈത്തൊഴിലുകൾ അഭ്യസിപ്പിച്ചു. സന്യാസികളെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനായി നിയോഗിച്ചു. 15 വർഷക്കാലം സഭയുടെ വളർച്ച നോക്കിക്കണ്ട അച്ഛൻ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ 1943 ഡിസംബർ 4-ാം തീയതി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. താൻ സ്ഥാപിച്ച കൈപ്പുഴ മഠത്തിൻ്റെ ചാപ്പലിൽ തൻ്റെ ശരീരം അടക്കം ചെയ്യണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. എങ്കിലും കൈപ്പുഴ ചെറിയ പള്ളിയിൽ അച്ഛൻ്റെ ഭൗതികദേഹം സംസ്കരിച്ചു. എന്നാൽ അച്ഛൻ്റെ 40-ാം ചരമവാർഷിക ദിനത്തിൽ 1983 ഡിസംബർ 4-ന് അഭിവന്യ മാർ കുര്യാക്കോസ് കുന്നശ്ശേരി മെത്രാന്റെ അനുമതിയോടെ കൈപ്പുഴ മഠത്തിൻ്റെ ചാപ്പലിൽ പ്രത്യേകം നിർമ്മിച്ച കല്ലറയിൽ ചെമ്പ് പേടകത്തിലാക്കി അച്ഛൻ്റെ ഭൗതികദേഹം മാറ്റി സംസ്കരിച്ചു. കാലക്രമേണ തൊമ്മിയച്ഛൻ്റെ കബറെടുത്തെങ്കിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായി പലരും സാക്ഷ്യപ്പെടുത്തി. 2007 അച്ഛനെ വിശുദ്ധരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി നാമകരണ നടപടികൾ ചെയ്യുന്നതിനുള്ള പ്രാരംഭ നടപടികൾ അതിരൂപതാ തലത്തിൽ ആരംഭിക്കുന്നതിനുള്ള അപേക്ഷ അതിരൂപതയ്ക്ക് നൽകി. 2008 ജൂൺ 17-ന് സിനഡ് ഇത് അംഗീകരിക്കുകയും 2008 നവംബർ 11 റോമിൽ നിന്നും അംഗീകാരം ലഭിക്കുകയും ചെയ്തു. 2009 ജനുവരി 26-ന് കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ വെച്ച് അതിരൂപതാ തലത്തിൽ തൊമ്മിയച്ഛൻ്റെ ദേവദാസ പ്രഖ്യാപനം നടന്നു. 2019 നവംബർ 25-ന് നാമകരണ നടപടികളുടെ ഭാഗമായി കല്ലറ തുറന്ന് പരിശോധന നടത്തി. കേരളത്തിന് അകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും അനേകർ ഇന്നും തൊമ്മിയച്ഛൻ്റെ മധ്യസ്ഥതയിലൂടെ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിരൂപതാ തല നാമകരണ നടപടികളുടെ സമാപനം 2024 ഏപ്രിൽ 13-ന് കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ വെച്ച് നടക്കുമ്പോൾ വിശുദ്ധരുടെ ഗണത്തിലേക്ക് തിരുസഭ മാതാവ് എത്രയും വേഗം അച്ഛനെയും ചേർക്കട്ടെയെന്നും അച്ഛൻ്റെ മധ്യസ്ഥതയിലൂടെ അനേകർ ഇനിയും ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കട്ടെയെന്നും പ്രാർത്ഥിക്കാം.